മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു കാലത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യങ്ങളിലൊന്നായിരുന്ന ഇന്ത്യ ഇന്ന് ആയുധ നിർമ്മാണത്തിലും ആയുധ കയറ്റുമതിയിലും സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ്. ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. സാങ്കേതിക വിദ്യയിലുള്ള മുന്നേറ്റവും കൃത്യമായ ആസൂത്രണവും വരും വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാരുടെ പട്ടികയിൽ മുൻനിരയിൽ ഇന്ത്യയെ എത്തിക്കും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും ഒരുപോലെ കരുത്തു പകരും. കയറ്റുമതി വളർച്ചയ്ക്ക് കരുത്തേകുന്ന ആഗോള ആവശ്യം നിലവിലുണ്ട് എന്നതും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ആഗോള ആവശ്യകതയും തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങളോടുള്ള താൽപര്യവും മുൻനിർത്തി 2030 പ്രതിരോധ കയറ്റുമതിയിൽ 50,000 കോടി രൂപ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനാണ് ശ്രമം. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 38,424 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 2013-14 സാമ്പത്തിക വർഷത്തിൽ 686 കോടി രൂപയായിരുന്നു. ഇതിൽ നിന്നാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ 5500% വളർച്ച രേഖപ്പെടുത്തുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികളിലൂടെ ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നതിന് വലിയ മുൻഗണനയാണ് നൽകുന്നത്. മുമ്പ് വിദേശങ്ങളിൽ നിന്നും വാങ്ങിയിരുന്ന പല പ്രതിരോധ സാമഗ്രികളും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ വൻ വർധനവും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ 65 മുതൽ 70% വരെ ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ നിലവിൽ ഏകദേശം 65% പ്രതിരോധ സാമഗ്രികളും ആഭ്യന്തരമായാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, ആകാശ് മിസൈൽ സംവിധാനങ്ങൾ, തേജസ് യുദ്ധവിമാനങ്ങൾ, വിവിധതരം റഡാറുകൾ, ആർട്ടിലറി ഗണ്ണുകൾ, വെടിക്കോപ്പുകൾ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. ഫിലിപ്പൈൻസ്, അർമേനിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ചില യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ 80-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ നിലവിൽ പ്രതിരോധ സാമഗ്രികൾ കയറ്റി അയക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമെ ടാറ്റ, LNT, മണിവേൽ തുടങ്ങിയ പ്രമുഖ സ്വകാര്യ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും MSMEകളും പ്രതിരോധ നിർമ്മാണ രംഗത്ത് സജീവമാണ്. പ്രതിരോധ നിർമ്മാണം എന്നത് പരിമിതമായ ഒരു പൊതുമേഖലാ രംഗം എന്നതിൽ നിന്ന് ഒരു ഇന്നവേഷൻ ഇക്കോസിസ്റ്റമായി പരിണമിച്ചിട്ടുണ്ട്. ഇത് ഉൽപാദനക്ഷമതയും സാങ്കേതിക വിദ്യയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, ബാലിസ്റ്റിക് ഹെൽമറ്റുകൾ എന്നിവ മുതൽ ബ്രഹ്മോസ് അല്ലെങ്കിൽ ആകാശ് സർഫസ് ടു സർഫസ് മിസൈലുകൾ പോലുള്ള സങ്കീർണമായ സംവിധാനങ്ങൾ വരെ കയറ്റുമതി ചെയ്യുന്ന 145ഓളം കമ്പനികളാണ് രാജ്യത്തുള്ളത്. പ്രതിരോധ നിർമ്മാണ മേഖലയിൽ വലിയ തോതിൽ തൊഴിലവസരം സൃഷ്ടിക്കാനും നിലവിൽ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. പ്രതിരോധ മേഖലയ്ക്കായി തുടക്കത്തിൽ വികസിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകൾ പിന്നീട് ആരോഗ്യപരിപാലനം, വാർത്താവിനിമയം, എയ്റോസ്പേസ്, നിർമ്മാണ മേഖല എന്നിവിടങ്ങളിലെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ വലിയ മാറ്റത്തിനാണ് നമ്മൾ അടിത്തറയിടുന്നത്.